ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. റിലീസ് ചെയ്ത പ്രൊഫഷണൽ ആൻസർ കീ വെച്ചിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആൻസറിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഉത്തരം ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചത് ലാഹോർ കോൺഗ്രസ് സമ്മേളനം ആണ്. അടുത്ത ചോദ്യം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഉത്തരം നിസ്സഹകരണ സമരമാണ് കേട്ടോ. നിസ്സഹകരണ സമരം. അടുത്ത ചോദ്യം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? ഫോർവേഡ് ബ്ലോക്ക്. ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്, മറക്കരുത്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യൻ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര്? അതായത് ഈ ക്വസ്റ്റ്യനിൽ ഒരു വ്യക്തിയെക്കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത്. അത് ആരാണെന്നാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അടുത്ത ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ബാലഗംഗാധര തിലക്. അടുത്ത ചോദ്യം നോക്കാം. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? ഈ ചോദ്യം നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ഭരണഘടനാ ചോദ്യങ്ങളിലൂടെ എന്ന് പറഞ്ഞ്. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇത് എഴുതാൻ സാധിച്ചിട്ടുണ്ടാവും. കാരണം അതിൽ ആവർത്തിച്ച് പറഞ്ഞൊരു ചോദ്യമാണ് സ്വത്തവകാശം. സോ വീഡിയോ കാണാത്തവർ അത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ? ഉത്തരം ഹൈക്കോടതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി. അടുത്ത ചോദ്യം. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. അടുത്ത ചോദ്യം. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം മൗലിക അവകാശങ്ങളാണ്. അടുത്ത ചോദ്യം. കൈസർ-ഇ-ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാനിടയാക്കിയ സംഭവം ഏത്? കൈസർ-ഇ-ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാനിടയാക്കിയ സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അടുത്ത ചോദ്യം. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം. ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേരെന്ത്? ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേരെന്ത്? ഉത്തരം അയ്യപ്പൻ. അടുത്ത ചോദ്യം. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? ഉത്തരം ഓപ്ഷൻ എ, തോമസ് ഹാർവേ ബാബർ. അടുത്ത ചോദ്യം നോക്കാം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, പുന്നപ്ര വയലാർ സമരം. അടുത്ത ചോദ്യം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം ആശിഷ് ജിതേന്ദ്ര ദേശായി. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? ഉത്തരം തൃശ്ശൂരാണ്. അടുത്ത ചോദ്യം. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, VP മേനോൻ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എഴുതിയത് VP മേനോനാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ എ, പോണ്ടിച്ചേരി.
അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? ഉത്തരം ഓപ്ഷൻ ഡി, KM പണിക്കർ. അടുത്ത ചോദ്യം, റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ജർമ്മനി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഉത്തരം മംഗൾയാൻ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? 2024 G20 ഉച്ചകോടി നടക്കുന്നത് ബ്രസീലിൽ വെച്ചാണ്. ഉത്തരം ഓപ്ഷൻ ബി, ബ്രസീൽ. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ എന്നറിയപ്പെടുന്നത്? ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ എന്നറിയപ്പെടുന്നത് പ്രഗ്യാനാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്തതൊരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ശരിയായത് കണ്ടെത്താനാണ് ചോദ്യം. ചോദ്യം നോക്കാം. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയത് നിര ഹിമാദ്രി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികളെന്ന് അറിയപ്പെടുന്നു. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1ഉം 3ഉം മാത്രമാണ്. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി, അതുപോലെ തന്നെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്ന നദികൾ ഹിമാലയൻ നദികളെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 1ഉം 3ഉം സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റാണ്. അടുത്തതും ഇതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം നോക്കാം. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. അടുത്തതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ വായിക്കാം. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരസമതലം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീര സമതലം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്, അതായത് പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരസമതലം. അതായത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരുപാട് എക്സാംസിന് ചോദിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി ആ ഒരു ഏരിയയിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സിലബസ് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ, ഇനി വരുന്ന എക്സാംസിനൊക്കെ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. കണ്ടോ, വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. അതുപോലെ തന്നെ ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. മൂന്നാമത്തെ മാത്രം തെറ്റാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമല്ല ജനഗണമന. ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹുഗ്ലി നദീതീരത്താണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹുഗ്ലി നദീതീരത്താണ്. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി. അടുത്തതും ഒരു പ്രസ്താവന ക്വസ്റ്റ്യൻ ആണ്. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് ചോദ്യം. നോക്കാം പ്രസ്താവനകൾ. 1. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്ററാണ്.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. അതായത് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം 31ാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അതാ വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ഇതിലേതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ്? 1ഉം 3ഉം. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ നമുക്കറിയാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. അതാ വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ, അതായത് തെറ്റായത് കണ്ടെത്തുക. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ഏതായിരിക്കും തെറ്റായ പ്രസ്താവന? നമുക്കറിയാം അല്ലേ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണോ? അല്ല, വേമ്പനാട്ട് കായലാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി 2ഉം ശരിയാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അതാണ്, വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. ഇതിൽ ശരിയായതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അതായത് 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ഒരു മച്ച് ദ ഫോളോയിങ് പോലെയാണ്. കറക്റ്റായിട്ടുള്ളത് നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ നീണ്ടകര തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അഴീക്കൽ കണ്ണൂർ, പൊന്നാനി മലപ്പുറം, കായംകുളം എറണാകുളം. ഇതിൽ ശരിയായ രീതിയിൽ യോജിച്ചവയാണ് കണ്ടെത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 2ഉം 3ഉം മാത്രമാണ് കറക്റ്റായിട്ടുള്ളത്. അതായത് അഴീക്കൽ കണ്ണൂരാണ്, അതുപോലെ തന്നെ പൊന്നാനി മലപ്പുറമാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ജലമാണ്. രണ്ടാമത്തത് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. നമുക്ക് ഉത്തരം ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഓക്കെ, എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. കരിമ്പുഴ മലപ്പുറം, ചിമ്മിനി പാലക്കാട്, ചെന്തരുണി കൊല്ലം, ചൂലന്നൂർ തൃശ്ശൂർ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ. അതായത് കരിമ്പുഴ മലപ്പുറം ജില്ലയാണ്, അതുപോലെ തന്നെ ചെന്തരുണി കൊല്ലം. അടുത്ത ചോദ്യം നോക്കാം. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. നമുക്ക് നോക്കാം സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. നമുക്കറിയാം സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ്. അപ്പോൾ ഇതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക.
കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കേരള നിയമസഭ 1992 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തും നിലവിലുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്തതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായതാണ് കേട്ടോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കേരള സ്പീക്കർ AN ഷംസീർ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇതിൽ തെറ്റായതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അതായത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അല്ല. അടുത്ത ചോദ്യം, കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്ന് രൂപം കൊടുത്തു. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അതായത് ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്ക്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മാങ്ങാടിന് ലഭിച്ചു. ഇതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്കല്ല. 2022 വയലാർ അവാർഡാണ് ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്ക് കിട്ടിയത്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് ഈ അവാർഡ് ലഭിച്ചത്. അന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായതാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 2023 ആഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ISRO ചെയർമാൻ മോഹൻ കുമാർ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രം. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അതായത് 1, 3, 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ശരിയായിട്ടുള്ളത്. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ISRO ചെയർമാൻ മോഹൻകുമാർ അല്ല, S സോമനാഥ് ആണ്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏത്? അതിൽ സംശയമൊന്നുമില്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മോഹിനിയാട്ടം. കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം മോഹിനിയാട്ടം. അടുത്ത ചോദ്യം നോക്കാം. അമ്മ എന്ന നോവൽ എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മാക്സിം ഗോർക്കി. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, രുചിര കമ്പോജ്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് രുചിര കമ്പോജ്. അടുത്ത ചോദ്യം, ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമേത്? ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലോക്പാൽ. അടുത്ത ചോദ്യം, 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ധനഞ്ജയ Y ചന്ദ്രചൂഡ്. നേരത്തെ ഒരു ചോദ്യത്തിൽ നമ്മൾ കണ്ടായിരുന്നു ഹൈക്കോടതി ജഡ്ജ് ധനഞ്ജയ Y ചന്ദ്രചൂഡ് ആണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണോ ശരിയാണോ എന്നൊരു ചോദ്യം കണ്ടിരുന്നു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ Y ചന്ദ്രചൂഡുമാണ്. അതൊന്ന് പഠിച്ചു വെച്ചോട്ടോ. അടുത്ത ചോദ്യം നോക്കാം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന ലസസ്ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? ഒന്നുകൂടെ വായിക്കാം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന ലസസ്ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആൽഫ്രഡ് മാർഷൽ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? സംശയമില്ല, ഉത്തരം ഓപ്ഷൻ സി, ഹോക്കി. അടുത്ത ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. ഓക്കെ. അടുത്ത ചോദ്യം, 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? 2023 ആണ്.
ഉത്തരം ഓപ്ഷൻ എ ആണ്. ക്ലോഡിയ ഗോൾഡിൻ 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം. അടുത്ത ചോദ്യം, അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. എല്ലാവർക്കും അറിയാം അല്ലേ? ഓപ്ഷൻ സി കാൽസ്യം ഫോസ്ഫേറ്റ്. അടുത്ത ചോദ്യം, ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഉത്തരം കീലസന്ധി. അടുത്ത ചോദ്യം, സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം. ഉത്തരം ഓപ്ഷൻ സി ആണ് ട്രക്കിയ. അടുത്ത ചോദ്യത്തിൽ ജീവികളും അവരുടെ ശാസ്ത്രനാമവുമാണ് കൊടുത്തിരിക്കുന്നത്. ആനിമൽസ് ആൻഡ് ദെയർ സയൻറ്റിഫിക് നെയിം. ഇതിൽ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. അതായത് പൂച്ചയുടെ ശാസ്ത്രനാമം ഫെലിസ് ഡൊമസ്റ്റിക്കസ്. അതുപോലെ കാക്കയുടെ ശാസ്ത്രനാമം കോർവസ് സ്പ്ലെൻഡൻസ്. ഓക്കെ. അടുത്ത ചോദ്യം, ജീവികൾ ഹൃദയ അറകൾ. ശരിയായ ജോഡി കണ്ടുപിടിക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? 2023 കേട്ടോ. അടുത്ത ചോദ്യം 59, സങ്കരയിനം തക്കാളി അല്ലാത്തതേത്? ഉത്തരം ഹരിതയാണ്, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏത്? ഭാരത്തിൻ്റെ SI യൂണിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ന്യൂട്ടൺ ആണ് കേട്ടോ. അതായത് യൂണിറ്റ് വരുന്നത് കിലോഗ്രാം ടൈംസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതെന്ന് പറയുന്നത് 1 ന്യൂട്ടൺ ആണ്. സോ ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ന്യൂട്ടൺ ആണ്. തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ കിലോഗ്രാമിലേക്ക് ചിലർ പോകും, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അടുത്ത ചോദ്യം, 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? ഉത്തരം ഓപ്ഷൻ എ ആണ്. 4 ഡയോപ്റ്റർ ആണ്. അറിയാലോ അല്ലേ പവർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? പവർ എന്ന് പറയുന്നത് നമ്മുടെ ഫോക്കൽ ലെങ്ത്തിൻ്റെ റെസിപ്രോക്കലാണ്. P = 1/f. സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 4 ഡയോപ്റ്റർ. ഓക്കെ. നെക്സ്റ്റ്, റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി കാർബൺ 14 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കുതിരശക്തി അതായത് 1 ഹോഴ്സ് പവർ എന്നത് എത്ര വാട്ടാണ്? വാട്ട്സിൽ എത്രയാണ് എന്നാണ് ചോദ്യം. ഒരു HP എന്ന് പറയുന്നത് 746 വാട്ടാണ് കേട്ടോ. ഒരു കുതിരശക്തി 746 വാട്ടാണ്. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ് ആണ്, എല്ലാവർക്കും അറിയാം. അടുത്ത ചോദ്യം, നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നേരത്തെ ഒരു ചോദ്യം നമ്മൾ കണ്ടിരുന്നു. ഉത്തരം S സോമനാഥ് ആണ്. നിലവിലെ ISRO ചെയർമാൻ S സോമനാഥ്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത്? ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര്? ഉത്തരം ഓപ്ഷൻ ബി പ്രഗ്യാനാണ്. ഓക്കെ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? ഉത്തരം ഓപ്ഷൻ എ ആണ് അമൃതം ആരോഗ്യം. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. സർക്കാർ പദ്ധതികളൊക്കെ ഒന്ന് നോട്ട് ചെയ്തോണം കേട്ടോ. അടുത്ത ചോദ്യം, വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതായത് 3ാമത്തെ ക്ഷയം, ചിക്കൻ ബോക്സ്. ഇത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാക്കുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? സിറോഫ്താൽമിയ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിറ്റാമിൻ എ. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന്? ആയുഷ് മന്ത്രാലയം നിലവിൽ വന്നത് ഓപ്ഷൻ എ 2014 നവംബർ 9 അടുത്ത ചോദ്യം, ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലോക്കോമ അറിയാം. ഉത്തരം ഓപ്ഷൻ സി കണ്ണ് കേട്ടോ. ഗ്ലോക്കോമ കണ്ണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന്? ഉത്തരം 2023 സെപ്റ്റംബർ 28. അതായത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ എ ആണ് എലിപ്പനി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തതേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മലേറിയ. അടുത്ത ചോദ്യം, മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് സ്നേഹക്കൂട്. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പദ്ധതി സ്നേഹക്കൂട്. അടുത്ത ചോദ്യം, കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്കയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്തത്, ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി നെഫ്രൈറ്റിസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ.
അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ മാതൃജ്യോതി. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരള സർക്കാരിൻ്റെ പദ്ധതികളെല്ലാം പഠിച്ചു വെക്കണം, അതിൽ നിന്ന് തന്നെ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? എല്ലാവർക്കും അറിയാം അല്ലേ? ഓപ്ഷൻ എ ത്വക്ക്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അഥവാ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ക്ഷയം ബാക്ടീരിയയാണ് പരത്തുന്നത്, അതുപോലെ തന്നെ നിപ്പ വൈറസാണ്.